വിശ്വാസ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, അന്ത്യക്രിസ്തുവിനെ പറ്റി അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനെ പറ്റിയാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം അവൻ നടത്തും. അത് പ്രകാരമായിരിക്കും: ഈ ഭൂമിയിൽ അവൻ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് മാർപ്പാപ്പ എന്ന്. അതോടുകൂടെ ജനമെല്ലാം അമ്പരക്കുകയും അതുപോലെ പരസ്പരം അവയെപ്പറ്റി ചർച്ച ചെയ്യുകയും എല്ലാവരുടെ ശ്രദ്ധയും മാർപ്പാപ്പയിലേക്കും അന്ത്യക്രിസ്തുവിലേക്കുമായിരിക്കും. ജനം പറയും, ഓ, ഇത്ര വലിയ ഒരു മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു വ്യക്തി മാർപ്പാപ്പായെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാർപ്പാപ്പ ആരാണ്, അദ്ദേഹത്തിൻ്റെ പദവി അതെത്രയോ വലുതാണ് എന്ന് കരുതി സകല ജനതകളും മാർപ്പാപ്പയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും. മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഇത് കേൾക്കുന്ന മാർപ്പാപ്പ തന്നെ സമൂഹ മധ്യത്തിൽ, ലോകത്തിൽ എല്ലാവരാലും തന്നേക്കാൾ കൂടുതൽ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഈ എതിർ ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ പ്രോത്സാഹിപ്പിച്ച് തന്നെ അങ്ങേയറ്റം ഉയർത്തിക്കാട്ടിയ ആ എതിർ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന മാർപ്പാപ്പായും അദ്ദേഹത്തിന് ഉചിതമായ രീതിയിലുള്ള പേരും പെരുമയും നൽകുന്നതിന് പരിശ്രമിക്കും. മാർപ്പാപ്പ ഇപ്രകാരം പറയാം: നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇദ്ദേഹവും പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പാവങ്ങളോടും ആരുമാരുമില്ലാത്തവരോടും അഭയാർത്ഥികളോടും ദരിദ്രരോടും വലിയ സ്നേഹം കാണിക്കണമെന്ന്. നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്താലും അത് ഒരു പാവപ്പെട്ടവരിൽ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. നോക്കൂ, അത് അപ്രകാരം അനുഷ്ഠിക്കുന്ന ഒരു മഹാവ്യക്തി നമ്മുടെ മധ്യത്തിലിതാ ഉദയം ചെയ്തിരിക്കുന്നു. നാം എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നോക്കൂ, അത് അപ്രകാരം തന്നെ പഠിപ്പിക്കുന്ന ഒരു മഹാവ്യക്തി. നിങ്ങൾ ഏതവസ്ഥയിലായാലും രക്ഷ പ്രാപിക്കുവാൻ നിങ്ങളൊരു നല്ല മനുഷ്യനായാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ നോക്കൂ, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. നിങ്ങൾ ഏത് മതസ്ഥനായിക്കോട്ടെ, നിങ്ങൾ ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കൂ, നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാ നോക്കൂ, എൻ്റെ വാക്കുകൾ അതുപോലെ തന്നെ കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. ഇപ്രകാരം പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എതിർ ക്രിസ്തുവെന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കുകയും, ഇതാ ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ, ഇതാ ഇപ്രകാരം വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും മാതൃകയായൊരു വ്യക്തി എന്ന് മാർപ്പാപ്പ പറയാം. അതും കൂടെ കേൾക്കുന്ന അന്ത്യക്രിസ്തു, എതിർ ക്രിസ്തു അങ്ങേറ്റം സന്തോഷവാനായിത്തീരും. ഇവിടെ മുതൽ അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ ആരംഭിക്കും. ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത പരസ്പരം സ്നേഹമുള്ള ഇണ സഹോദരങ്ങളെപ്പോലെ, അതെ ഇരട്ടകളെപ്പോലെ അവർ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി
അവർ ഒത്തൊരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കും. പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പരസ്പരം സഹായിച്ചുകൊണ്ട് ജനതകളെ മുഴുവൻ തങ്ങളുടെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി പരസ്പരം അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനോടകം എതിർ ക്രിസ്തുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടാവും. അവനവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് താൻ പഠിപ്പിക്കുന്ന തൻ്റെ പഠനങ്ങൾ പഠിപ്പിക്കുന്നതിന് അവരെ അയക്കും. അവർ ലോകം മുഴുവൻ പോയി അന്തിക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കും. അത് കേൾക്കുന്ന ഭൂമിയിലെ സകല രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും എതിർ ക്രിസ്തുവിനെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കും. അവൻ പോകും. എവിടെയെല്ലാം പോകുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ അവിടെയെല്ലാം അവൻ വലിയ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഈശോ എപ്രകാരം 3 വർഷം ഇസ്രായേൽ മുഴുവൻ ചുറ്റിക്കറങ്ങി വചനം പ്രഘോഷിച്ചുകൊണ്ട് എവിടെയെല്ലാം ഏതെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുവോ, അതുപോലെ തന്നെ അന്തിക്രിസ്തുവും എല്ലായിടത്തും പോയി അവൻ്റെ പ്രഘോഷണങ്ങൾ നടത്തുകയും അവൻ്റെ പഠനങ്ങൾ അവൻ പ്രഘോഷിക്കുകയും അതുപോലെ അതോടൊപ്പം വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈശോ ചെയ്തതുപോലെ തന്നെ. ഉദാഹരണം വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ. അവർ കടൽ കടന്ന ഗനേസരത്തിലെത്തി വഞ്ചി കരയ്ക്കടുപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു. അവൻ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവൻ ഉണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻ പുറങ്ങളിലോ അവൻ ചെന്നിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാവരും സുഖം പ്രാപിക്കുകയും ചെയ്തു. ഇപ്രകാരം തന്നെ സംഭവിക്കും. അവനെ തൊടുന്ന മാത്രയിൽ തന്നെ സുഖം പ്രാപിക്കുന്ന അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ഉണ്ടാകും. ഇതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷത്തിലും 6-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ, സിദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒന്നിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഇതുപോലെ തന്നെ ശക്തി പ്രകടമാകും. പക്ഷേ ഓർക്കുക, ഇത് സാത്താൻ്റെ ശക്തിയായിരിക്കും. സാത്താനും അത്ഭുതങ്ങൾ അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുമല്ലോ. നമ്മളായിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. സാത്താനെ അടിയറ വെച്ചവർക്കെല്ലാം അവൻ ലോകത്തിൽ എന്തു വേണമെങ്കിലും നൽകും. പണം വേണോ, സുഖം വേണോ, ജോലി വേണോ, നല്ല പേര് വേണോ, എല്ലാം അവൻ തരും. ഒന്ന് മാത്രമേ അവൻ ചോദിക്കൂ, നിൻ്റെ ആത്മാവിനെ ഇങ്ങ് തരൂ, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ആത്മാവിൻ്റെ വിലയറിയാത്ത മനുഷ്യൻ ഈ ലോകത്തിലെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി തൻ്റെ ആത്മാവിനെ സറണ്ടർ ചെയ്യുകയും ലോകത്തിലെ ഒരു നിമിഷത്തെ സുഖം അനുഭവിച്ചിട്ട് നിത്യമായ നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരം ഇവനെ വലിയവനായി കണ്ട് ആരാധിക്കുകയും ഇവനെ സ്തുതിക്കുകയും ഇവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവർ പെട്ടെന്ന് തന്നെ അവരുടെ ആത്മാക്കൾ ശൂന്യതയിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും പിന്നീട് ഒരിക്കലും അവർക്കതിൽ നിന്ന് മോചനമുണ്ടാവുകയും ചെയ്യുകയില്ല. കാരണം പൈശാചിക ശക്തികൾ അവനെ പൂർണ്ണമായും അവൻ്റെ അധീനതയിലാക്കപ്പെടും. പിന്നെ അവർക്ക് മോചനമില്ല.
ഇപ്രകാരം ജനമെല്ലാം അവനെ അംഗീകരിക്കുന്നതോടുകൂടെ ആധികാരികമായി അവരെ പഠിപ്പിക്കാൻ തുടങ്ങും. ആദ്യമായി അവൻ പറയുക ദൈവസ്നേഹത്തെപ്പറ്റിയും പരസ്നേഹത്തെപ്പറ്റിയും ഐക്യത്തെപ്പറ്റിയും ദൈവിക കരുണയെപ്പറ്റിയുമായിരിക്കും. എന്നാൽ ഓർമ്മിക്കുക, ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി, ശിക്ഷയെപ്പറ്റിയോ പിശാചിനെപ്പറ്റിയോ നരകത്തെപ്പറ്റിയോ നിത്യനാശത്തെക്കുറിച്ചോ ഒരൊറ്റ വാക്കുപോലും അവൻ പറയുകയില്ല. അവൻ്റെ വാക്കുകളെല്ലാം തന്നെ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവിക കരുണയെക്കുറിച്ചും അതുപോലെ തന്നെ എല്ലാവർക്കും രക്ഷയെക്കുറിച്ച് മാത്രമായിരിക്കും. ഒരിക്കലും അവൻ പാപത്തെക്കുറിച്ചോ അതിന് പകരമായി പാപത്തിൻ്റെ ഫലമായി മനുഷ്യർക്കുണ്ടാകാൻ പോകുന്ന ദോഷത്തെക്കുറിച്ചോ ശിക്ഷയെക്കുറിച്ചോ അവൻ ഒരിക്കലും ഒരു വാക്കുപോലും പറയുകയില്ല. ഇവൻ്റെ പഠനങ്ങൾ എല്ലാവർക്കും പ്രീതികരമാകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോൾ അവരവരുടെ ലോക്കൽ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ മാതൃഭാഷയിൽ അങ്ങേയറ്റം ഫ്ലുവൻ്റായി അവരുടെ തന്നെ ഭാഷാ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതനേക്കാളും അതിസമർത്ഥമായി അങ്ങേയറ്റം ജനങ്ങളെ രസിപ്പിക്കുന്ന തമാശകളോടുകൂടെ ചേർന്ന് അവരെ വശീകരിക്കുന്ന അങ്ങേറ്റം ഇംപ്രസീവായ രീതിയിൽ അവൻ സംസാരിക്കും. അങ്ങനെ അവൻ ജനങ്ങളെല്ലാം അവനെ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ അവൻ പറയും, നോക്കൂ, നാം എല്ലാം ഒരു പിതാവിൻ്റെ മക്കളല്ലേ, എന്നാൽ എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ വേറിട്ട് താമസിക്കുന്നത്? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ നമുക്ക് വിസ വേണം, പാസ്പോർട്ട് വേണം, എന്തെല്ലാം കടമ്പകളിലൂടെ കടന്നു പോകണം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ചെയ്യാം. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ ദൈവത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. ദൈവം എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ഇതാണ്: രാജ്യങ്ങളുടെ ഇടയ്ക്കുള്ള ഈ ബോർഡർ, ഈ അതിർത്തികളെല്ലാം എടുത്തു നീക്കാം. അങ്ങനെ നമുക്ക് ഒരു സാമ്രാജ്യമാക്കി മാറ്റാം, ഒരൊറ്റ സാമ്രാജ്യം. അങ്ങനെയെങ്കിൽ ഈ സാമ്രാജ്യത്തിൽ, ദൈവം സ്ഥാപിച്ച ഈ സാമ്രാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് സഞ്ചരിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. ആർക്ക് എവിടെ വേണമെങ്കിലും തൻ്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാം സഹോദരങ്ങളല്ലേ, തൻ്റെ സഹോദരങ്ങളെ കാണുന്നതിനും കേൾക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമായി നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലല്ലോ. അങ്ങനെ നാം എല്ലാവരും ഐക്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിലും ജീവിക്കുന്നത് അതെത്ര നല്ലതായിരിക്കും. ഒന്ന് ഓർത്തു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനപ്പുറം എനിക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അതുപോലെ നിങ്ങൾക്ക് ഗ്രഹിക്കുന്നതിനും നിങ്ങളുടേതായ ഒരു ലിമിറ്റുണ്ട്. എന്നാൽ ഓർക്കുക, യാഥാർത്ഥ്യം ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ 1000 ഇരട്ടിയായിരിക്കും കേട്ടോ. അവൻ വന്ന് ഇപ്രകാരം സകല ജനങ്ങളെ മോഹിപ്പിക്കുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിൽ അവൻ സംസാരിക്കുമ്പോൾ ഓർക്കുക, പരിശുദ്ധയമ്മ പറഞ്ഞ കാര്യം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മാതാവ് രൂപം കൊടുക്കുന്ന സൈന്യത്തിലെ അംഗങ്ങളാണല്ലോ നാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മ പറയുന്നുണ്ട്, സുവിശേഷ മൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതം നയിക്കാത്ത എല്ലാവരും വീഴും. ഇതെപ്പോഴും ഓർത്തണം. അപ്പോൾ നാം ഇടയ്ക്കിടയ്ക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം, ആത്മപരിശോധനയിലൂടെ. ഇതൊക്കെ കേൾക്കുമ്പോഴും ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, യഥാർത്ഥത്തിലുള്ളൊരു പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഇത് ഈശോ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ
ഞാൻ നയിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരു ആത്മപരിശോധന നടത്തി അപ്രകാരമല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടുകൂടെ കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതം വേണം നാം നയിക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നാമും വീണുപോകും. കാരണം ഒരു ട്രെൻഡ് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്നതല്ലേ പിശാച് പറയുന്ന ഇതല്ലേ. നോക്കൂ, എല്ലാവരും ചെയ്യുന്ന അത് നിനക്കെന്താ ഒരു വ്യത്യാസം? നീ മനുഷ്യനല്ലേ, ഈ പാപം എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീ എന്തിനാ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്നത്? പക്ഷേ കർത്താവിൻ്റെ വചനം ഓർക്കണം, ഭൂരിപക്ഷത്തോടുകൂടെ ചേർന്ന് തിന്മ ചെയ്യരുതെന്നുള്ള വചനം എപ്പോഴും ഓർക്കണം. എല്ലാവരും ചെയ്യുന്നു എന്ന് വിചാരിച്ച് നീയും ചെയ്താൽ ദൈവത്തിൻ്റെ മുൻപിൽ ഓരോ വ്യക്തിയുമാണ് ഹാജരാക്കപ്പെടുന്നത്, ജനം മുഴുവനുമല്ല. അങ്ങനെ ദൈവസന്നിധി നാം ഹാജരാക്കപ്പെടുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഒരു വ്യക്തി പോലും കാണില്ല, നമ്മുടെ പ്രവൃത്തികൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും അവനെ ആരാധിച്ചാലും അവൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ പുറകെ പോയാലും നാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരുന്നത് എന്താണ്? ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, ഓ, കർത്താവിൻ്റെ ദാസനിലൂടെ ഇതെല്ലാം കർത്താവ് പറഞ്ഞു തന്നിരുന്നല്ലോ, തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, തൻ്റെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതുകൊണ്ട് ദൈവമേ, ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊന്നും ഒരിക്കലും വീഴാൻ അനുവദിക്കരുതേ എന്ന് തീക്ഷ്ണമായി എല്ലാ ദിവസവും എല്ലാ സമയവും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അടുത്ത സ്റ്റെപ്പ് ഇതാണ്. അവൻ പറയും, നാം ഒരു സാമ്രാജ്യം രൂപീകരിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഒരു നാണയം മതി. എന്തിനാണ് പല രാജ്യങ്ങളിലും പല നോട്ടുകളും പല കറൻസി? ഒരു നാണയം. വീണ്ടും അവൻ പറയും, നമുക്ക് എന്തിനാണ് എല്ലാ രാജ്യങ്ങളിലും നേതാക്കന്മാരും? ഒരു നേതാവ് പോരെ. അതുകൊണ്ട് അവൻ അങ്ങേറ്റം അവൻ്റെ വ്യാജമായ എളിമയിൽ ആൾക്കാരോട് പറയും, നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു നേതാവിനെ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ മധ്യത്തിൽ ഇഷ്ടംപോലെ നേതാക്കന്മാരുണ്ടല്ലോ, ഞാനതിന് യോഗ്യനല്ല എന്നുള്ള രീതിയിൽ അവൻ വ്യാജ എളിമ കാണിക്കുമ്പോൾ സകല ജനതകളും പറയും, അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി ഞങ്ങളുടെ നേതാവായാൽ, മറ്റാരും വേണ്ട, മറ്റാരും വേണ്ട, അങ്ങ് മാത്രം. അവനുള്ളിൽ അങ്ങേറ്റ സന്തോഷിക്കും. അങ്ങനെ അവൻ അതിന് സമ്മതിക്കും. അങ്ങനെ അവൻ ഈ ലോകത്തിലെ ഏകലോക സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് അതിൻ്റെ നേതാവായി അവൻ ജനങ്ങളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ മീഡിയയും അവൻ്റേതാണെന്ന് പറഞ്ഞുവല്ലോ. അവനെ അറിയില്ലാത്ത ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങും, നോക്കൂ, യേശുവിനെ പോലെ തന്നെ, ഇത് തന്നെയല്ലേ യഥാർത്ഥ മെസ്സിഹ? മെസ്സിഹ വരാനിരിക്കുന്നു എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഇത് തന്നെയല്ലേ യഥാർത്ഥ മെസ്സിഹ? അങ്ങനെ എല്ലാവരും ഇവൻ മെസ്സിഹയാണെന്നുള്ള ചർച്ച എല്ലായിടത്തും നടക്കും. ഈശോ ചെയ്തതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മരിച്ചവരെ കുറെ കൂടെ ജീവിപ്പിച്ചുകൊണ്ട് അവൻ മുന്നേറുന്ന അവസ്ഥയിൽ ഈ ചർച്ച എല്ലായിടത്തും നടക്കും. ഇവനാണ് വരാൻ പോകുന്ന മെസ്സിഹ. അവൻ മിണ്ടില്ല, അവനൊരക്ഷരം മിണ്ടില്ല. എന്താ മിണ്ടാത്തത്? മൗനം സമ്മതത്തിൻ്റെ ലക്ഷണമല്ലേ? പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം അവൻ അനേകരെ അവനിലേക്ക് ആകർഷിക്കും. ഓർക്കുക, ആരൊക്കെയാണ് ആകർഷിക്കപ്പെടുക? യഥാർത്ഥ വിശ്വാസികളല്ലാത്തവർ, നാമമാത്ര ക്രിസ്ത്യാനികൾ. മറ്റെല്ലാ വിഭാഗക്കാരും വളരെ ഈസിയായി അവനിലേക്ക് ആകർഷിക്കപ്പെടും. അവനങ്ങേറ്റം സന്തോഷിക്കും. തന്നെ അംഗീകരിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും അവൻ എല്ലാവിധ ഭൗതികമായ സമ്മാനങ്ങൾ നൽകും.
ഇപ്പോൾ ലോകം അവൻ്റെ കയ്യിലാണ്. അവനാണ് ഓരോ രാജ്യങ്ങളിലും ആൾക്കാർ, നേതാക്കന്മാരെ നിയമിക്കുന്ന അവൻ്റെ അണ്ടറിൽ. അവന് പ്രിയപ്പെട്ട അവൻ്റെ ഏജൻറ്റുമാരെയൊക്കെ അവൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഓരോ രാജ്യങ്ങളിലും നേതാക്കന്മാരായും അവൻ്റെ കീഴിൽ, അവരുടെ കീഴിൽ സഹനേതാക്കന്മാരായിട്ടും അവൻ നിയമിക്കും. മാത്രമല്ല, ഈ ഭൂമിയിൽ അവർക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം അവൻ നൽകും. അങ്ങനെ ജനങ്ങളെല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം അങ്ങേയറ്റം സന്തോഷവന്മാരായിരിക്കും. കാരണം അവർക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവൻ സമൃദ്ധമായി ലോകത്തിൻ്റെ സകലവിധ ഭൗതിക സമ്പത്തുകളും ഭൗതികമായ സുഖങ്ങളും എല്ലാം അവൻ നൽകും. അവൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അങ്ങേറ്റം താഴേക്കിടയിലുള്ളവരെയും പാവപ്പെട്ടവരെയും ആരും ഇല്ലാത്തവരെയും ഉദ്ധരിക്കുക. അങ്ങനെ അവരെല്ലാം അവർ സാമ്പത്തിക ഭദ്രതയുള്ള രീതിയിൽ ഭദ്രത ഉണ്ടാകുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാം അവൻ നൽകും. വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം, എല്ലാം നൽകുമ്പോൾ എല്ലാവരും അവനെ പാടി സ്തുതിക്കും. ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കും ഇവനാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ മധ്യത്തിൽ സമാധാനം അല്പസമയത്തേക്ക് വന്നെങ്കിലും വീണ്ടും ആ സമാധാനം തകർക്കപ്പെടുകയും വീണ്ടും അവർ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. അതുകൂടാതെ വീണ്ടും ഒരു പുതിയ യുദ്ധമുഖം സിറിയയിൽ ആരംഭിച്ചു. സിറിയയിൽ ഭീകരവാദികളുടെ സഹായത്തോടുകൂടെ അൽ-ഖൈദ അതുപോലെയുള്ള ഭീകര സംഘടനകൾ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുകയും അവരെ തകർക്കുന്നതിന് വേണ്ടി റഷ്യ ഇടപെടുകയും അങ്ങനെ റഷ്യയുടെ സൈന്യം അവർക്കെതിരെ യുദ്ധം ചെയ്യുകയും അവരെ തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പുടിൻ അതിശക്തമായ രീതിയിൽ ഉക്രൈനെതിരെ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളെടുത്ത് ഉപയോഗിക്കുകയും അങ്ങനെ അവരുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ നിലയങ്ങളെല്ലാം തകർക്കുകയും ചെയ്തു. ഏകദേശം 10 ലക്ഷം ആൾക്കാരോളം ഇപ്പോൾ അന്ധകാരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പ്രാർത്ഥിക്കണം. മഞ്ഞ് വീഴുന്ന കൊടും തണുപ്പുള്ള ആ ഏരിയ ഓർക്കുക. നമ്മുടെ എത്രയോ വിശ്വാസ സമൂഹം അവിടെ ഉണ്ടെന്ന് ഓർക്കുക. വെള്ളം ചൂടാക്കാനാവുന്നില്ല, ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഇന്നത്തെ കാലഘട്ടത്ത് ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ജീവിതം ഒന്ന് ഓർത്തു നോക്കുക. എത്ര അതിദുസ്സഹനീയമായിരിക്കും ആ അവസ്ഥ എന്ന്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക. തണുത്ത് മരവിച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥയാണെന്ന് ഓർക്കുക. യുദ്ധം കൊടുമ്പിരി കൊണ്ടേയിരിക്കുന്നു. അതിനോടിടയ്ക്ക് ന്യൂസ് കേൾക്കുന്നു, നാറ്റോയിലുള്ള രാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൂടി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുവെന്ന്. എന്തായാലും പ്രിയപ്പെട്ടവരെ, യുദ്ധത്തിനൊരു ശമനം കാണുന്നില്ല. മുന്നോട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ്. സംഭവിക്കേണ്ട കാര്യങ്ങൾ സമയത്ത് സംഭവിച്ചല്ലേ പറ്റൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധയുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.